നമസ്കാരം സുഹൃത്തുക്കളെ, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമ്മുടെ വാവ മലയാളി ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് പലരും പല ബുദ്ധിമുട്ടിക്കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി ജോബ് ലോസ്, സാലറി കട്ട്സ്, പിന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒക്കെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. എന്നാൽ നമ്മൾ വിചാരിക്കും, ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ ജോലി നഷ്ടപ്പെട്ട ഒരാൾക്ക് പുള്ളി ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ജോലി നഷ്ടപ്പെട്ടപ്പോഴത്തേനും ആൾ ഭയങ്കര അപ്സെറ്റായി, ആകെ പ്രോബ്ലമായി. ജോലിയുള്ള ആളുടെ അടുത്തുനിന്നാണ് ഈ ജോലിയുടെ സാലറി കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ സാലറി കട്ടാകുമ്പോഴത്തേനും അവർക്കൊരു ദുഃഖം, അവരുടെ സാലറി കട്ടായതിന്. അപ്പം ഈ ജോലി ഉള്ള ആൾ അറ്റ്ലീസ്റ്റ് ഓർക്കും ജോലി ഉള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളേലും വേഴ്സായിട്ടുള്ള സിറ്റുവേഷനുള്ളവരെ നോക്കുമ്പോൾ നമുക്കൊരു അറ്റ്ലീസ്റ്റ് നമുക്ക് ഓർക്കാം, അറ്റ്ലീസ്റ്റ് നമ്മൾ അവരേലും ബെറ്ററാണ്, അങ്ങനെ വിചാരിച്ചെങ്കിലും നമുക്ക് ആശ്വസിക്കും. അങ്ങനെയുള്ളൊരു സമയമാണിത്. അതാണ് ജനറലി നമ്മൾ നോക്കുമ്പോൾ പല ആൾക്കാരും തരുന്നൊരു, നമ്മളെ സമാധാനിക്കാൻ തരുന്നൊരു കാര്യം ഇപ്പം ആ ഒരു രീതിയിലാണ്. പലരും വിഷമത്തിൽ കൂടെ കൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സുകാർക്ക് പ്രോബ്ലം, അവരുടെ ബിസിനസ്സില്ല, സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പൈസ ഇല്ല. അങ്ങനെ പല പല പ്രോബ്ലംസ് ആണ് ടോട്ടലി എല്ലാവരുടെയും അടുത്ത് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സൊല്യൂഷൻ തന്നെ ഉള്ളൂ. ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അത്രേ നമുക്ക് പറ്റത്തുള്ളൂ ചെയ്യാൻ. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മാറണം, പഴയ ഒരു ലെവലിലോട്ട് എല്ലാവർക്കും തിരിച്ചെത്തണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം, നല്ലൊരു നാളേക്ക് വേണ്ടി. അതേസമയം ഈ ഉള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യാം, നമ്മളെപ്പറ്റി തന്നെ ഒന്ന് ആലോചിക്കാം, പഠിക്കാം. നമ്മളിനി എന്തുവാ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്നതിനാണോ ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത്, അതോ വേറെ വല്ലതും ചെയ്യണോ? ഇത് വേൾഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു മേജർ കറക്ഷനാണ്. കുറേ ആൾക്കാർ മരിക്കും, കുറേ ആൾക്കാർ അസുഖമായി, കുറേ ആൾക്കാർ റിക്കവറായി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും കുറേ കാര്യങ്ങൾ മാറും. വേൾഡ് ലെവലിൽ തന്നെ ഒരു മേജർ കറക്ഷനാണ്. അപ്പം കുറേ മാറ്റങ്ങൾ വരും ഇതോടെ. ഈ 2020 എന്ന് പറയുമ്പോൾ 2020ക്ക് മുമ്പുള്ളൊരു സ്റ്റൈൽ അല്ലായിരിക്കും അത് കഴിഞ്ഞ്. ടോട്ടലി ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും നമ്മുടെ അപ്രോച്ച് ടുവേർഡ്സ് അതർ പീപ്പിൾ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റം വരും. അപ്പോൾ ഇത് മാറ്റം എപ്പോഴും നല്ലതിന് തന്നെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു വേ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഭയങ്കര ദുഃഖത്തിലായിരിക്കും. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം റെഡിയാവും, ബാക്കിയെല്ലാം ശരിയാവും, എവറിത്തിങ് വിൽ ബി നോർമൽ. അങ്ങനെ നമുക്ക് ആലോചിക്കാം. ഈ ഒരു സമയം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെ നമ്മളൊരു കാലത്ത് ഓർത്തില്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പലരും വീട്ടിലാണെങ്കിലും ഫ്രീ അല്ല, പുറത്ത് എല്ലായിടത്തും വർക്ക് ഫ്രം ഹോമും കുറേ ടെൻഷനും ജോലിയും
ഈ ടെൻഷനെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സത്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന് വെച്ചാൽ അത് നടക്കും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അധികം വറി ചെയ്യുകയോ ഭാരപ്പെടുകയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുക. അതിനൊരു കുറവ് വരാൻ പാടില്ല. പിന്നെ ചില കാര്യങ്ങൾ നടക്കേണ്ട രീതിയിൽ അതൊന്നും നടന്നോളൂ. അതിനെപ്പറ്റി നമ്മൾ വിഷമിക്കേണ്ട. അത് ചിലപ്പോൾ നല്ലതാവാം, ചിലപ്പം അത്ര നല്ലതാവാനും ആവാതിരിക്കുകയും ചെയ്യാം. പക്ഷെ അത് നമ്മുടെ കൺട്രോളല്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വിചാരിച്ച് നമ്മൾ അപ്സെറ്റായി നമ്മൾ ദുഃഖിതനായിട്ട് അതിനെപ്പറ്റി യാതൊരു കാര്യമില്ല. അപ്പോൾ അത്രയും സമയം കൂടെ നമുക്ക് ആകെ നമ്മുടെ ഒരു സമയം പോയി കിട്ടുമല്ലാതെ അതിനൊരു വലിയൊരു ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമുക്കുള്ള സമയം ഉള്ള രീതിയിൽ, ഇപ്പോൾ ഫാമിലിയുടെ ഒപ്പം ആണെങ്കിൽ നല്ല രീതിയിൽ ഫാമിലിയുടെ ഒപ്പം ചിലവാക്കാൻ നോക്കുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും കാണും. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെയിലും പ്രശ്നമുള്ള ആൾക്കാരെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നം അത്ര പ്രശ്നമായിട്ട് തോന്നത്തില്ല. മനസ്സിലായി? ഈ സാലറി കട്ടുള്ളവൻ നോക്കേണ്ടത് ജോലി പോയ ആളെ പറ്റിയാണ്. അപ്പോൾ ജോലി പോയ ആളെ നോക്കേണ്ടത് അവർക്ക് ഒന്നുമില്ലാത്ത ചില ആൾക്കാരുണ്ട്, അവരെയാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്തുള്ളവരെ പറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളും വളരെ ബെറ്ററാണ് മറ്റു ചിലരിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, തീർച്ചയായിട്ടും, ഇല്ലെന്നല്ല. അപ്പം ഇതിൽ നിന്നിപ്പം അങ്ങനൊരു പെട്ടെന്നൊരു എസ്കേപ്പ് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ല, അത് അതിൻ്റെ ഒരു സമയത്തെ അത് നടക്കത്തുള്ളൂ. അപ്പോൾ അതിന് സമയമെടുക്കും. അപ്പോൾ അതുവരെ നമ്മൾ വെറുതെ അപ്സെറ്റായിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അത് നമ്മുടെ സമയം പോവല്ലാതെ അത് വെച്ച് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും വരാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ റിലാക്സ് ചെയ്യുക, വരുന്ന പോലെ ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്തുവാ തരുന്നത് ലൈഫ് അത്രയും എടുത്ത് അതങ്ങ് എൻജോയ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, മറ്റുള്ളതെല്ലാം വിട്ടുകൊടുക്കുക. അതെല്ലാം നടക്കേണ്ട രീതിയിൽ അങ്ങ് നടക്കും. അതിനെപ്പറ്റി നമ്മളധികം വിഷമിക്കാനൊന്നും പോകണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ ഒരു ചിന്തയിൽ വന്നത്. അപ്പോൾ ഞാനടുത്തത് എല്ലാവരുടെ ഷെയർ ചെയ്യാം. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേസമയം നമ്മളുടെ വീഡിയോ എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം. ആ സബ്സ്ക്രൈബ് ബട്ടനെ പിടിച്ച് ഞെക്ക്. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെൽ ഐക്കോണുണ്ട്, അതിലും പിടിച്ച് ഞെക്ക്. അങ്ങനെ നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. നമ്മുടെ ചാനൽ വന്ന് കണ്ടതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.